മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് MG ശ്രീകുമാറും ലേഖയും. MG മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ശബ്ദത്തിന് ഉടമയാണ്. MGയെ അറിയുന്നവർക്കെല്ലാം ലേഖയെയും അറിയാം. MGയോടൊപ്പം എല്ലായിടത്തും ലേഖയും എത്താറുണ്ട്. സിനിമാ കഥകളെ വെല്ലുന്ന പ്രണയകഥയാണ് ലേഖയുടെയും ശ്രീകുമാറിന്റെയും. തങ്ങളുടെ പ്രണയകഥ MG ശ്രീകുമാറും ലേഖയും പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ ഇപ്പോഴും മോശമായി സംസാരിക്കുന്നവർക്ക് മറുപടി നൽകുകയാണ് ലേഖ. ഒറിജിനൽസ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ലേഖ മനസ്സ് തുറന്നത്. തീരെ ചെറുപ്പത്തിലല്ല ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. ഒളിച്ചോടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. രണ്ട് സൈഡിലും വെൽ സെറ്റിൽഡ് ആയിരുന്നു. ഒരാവശ്യങ്ങൾക്കും വേണ്ടിയല്ല, പരിശുദ്ധമായ പ്രണയമാണ് വിവാഹത്തിലെത്തിയത്. ഇത് കേൾക്കുമ്പോൾ വേറൊരുത്തനെ ചതിച്ചിട്ട് ഇയാളുടെ കൂടെ ഓടി എന്ന് പറയും. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളുവോ? ഇവിടെ എത്ര കല്യാണങ്ങളാണ് നടക്കുന്നത്? നമുക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്നാണ് ലേഖ ചോദിക്കുന്നത്. ഇനി ആരെയാണ് ഭയപ്പെടേണ്ടത്? ദൈവത്തെ ഒഴിച്ച് ആരെയും ഭയപ്പെടേണ്ടതില്ല. ഇത്രയും പ്രായമായി, മകളുടെ കല്യാണം കഴിഞ്ഞു. കണ്ണൂരുകാരനാണ് കല്യാണം കഴിച്ചത്. ഇതെല്ലാം നാട്ടുകാർക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ എല്ലാം വെൽ സെറ്റിൽഡ് ആണ്. ഇനി ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ നമ്മുടെ ജോലിയുമായി മുന്നോട്ട് പോകുന്നു. അദ്ദേഹം പാട്ടുമായി പോകുന്നു. പക്ഷേ ചില ആളുകൾക്ക് ഭയങ്കര വിഷമമാണ് എന്നും ലേഖ പറയുന്നു. ഇനിയും കമന്റ് എഴുതിക്കോളൂ. പക്ഷേ എന്നെ വിഷമിപ്പിക്കാമെന്നോ ശ്രീകുട്ടനെ വിഷമിപ്പിക്കാമെന്നോ വിചാരിച്ചാൽ നടക്കില്ല. 40-ലധികം വർഷമായി. ഇനിയും നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റുമോ? ഒരു കാലം വരെയല്ലേ പേടിപ്പിക്കാൻ പറ്റുമെന്നാണ് ലേഖ കമന്റുകളെ കുറിച്ച് പറയുന്നത്. അതേസമയം താൻ 2025 മുതൽ പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ലേഖ പറയുന്നുണ്ട്. തങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചതിനെക്കുറിച്ചും ലേഖ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായി ഒരു സ്ത്രീ എഴുതി. അവർ മദ്രാസുകാരിയാണ്. അവർക്കെതിരെ ഞാൻ കേസ് കൊടുത്തു. അവർ മാപ്പ് പറഞ്ഞു. ഒരു എപ്പിസോഡ് കൊണ്ട് അവർ ജീവിക്കട്ടെ എന്ന് കരുതി. രണ്ടാമത്തേതും മൂന്നാമത്തേതുമായി. മൂന്നാമത്തേതായപ്പോൾ പരാതി കൊടുത്തു. ഇനി എന്നെക്കുറിച്ച് മോശമായി ആര് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കുമെന്നാണ് ലേഖ പറയുന്നത്. ഭർത്താവ് എന്ന നിലയിൽ താൻ എന്താഗ്രഹിച്ചുവോ അതിനപ്പുറമാണ് ശ്രീകുട്ടൻ എന്നാണ് ലേഖ പറയുന്നത്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അറിഞ്ഞു ചെയ്യുന്ന വ്യക്തിയാണെന്നും ലേഖ പറയുന്നു. തന്നെ ഞെട്ടിച്ചൊരനുഭവവും ലേഖ പങ്കുവെക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ ഞാൻ ശ്രീകുട്ടനോട് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, നടക്കുമോ എന്നറിയില്ല. ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങിക്കാനാണ്. 3 വർഷം മുൻപ് ന്യൂയോർക്കിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റോറിൽ കയറി എനിക്ക് ആ സാധനം വാങ്ങിത്തന്നു. ജീവിതത്തിൽ ഒരിക്കലും അത് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല. ഞാൻ ശരിക്കും കരയുകയായിരുന്നു. ജീവിതത്തിലെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തന്ന മനുഷ്യനാണെന്നാണ് ലേഖ പറയുന്നത്. ശ്രീകുമാർ തന്നെ വിവാഹത്തിന് പ്രപ്പോസ് ചെയ്ത ദിവസം ഒരിക്കലും മറക്കില്ലെന്നാണ് ലേഖ പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിനാൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ US തിരികെ പോയി. 4 മാസം ഇവിടെ നിന്നും വിട്ടുനിന്നു. അദ്ദേഹത്തിന് വേറൊരു കല്യാണം ആകട്ടെ എന്ന് കരുതി. ഒരു ദിവസം എന്നെ വിളിച്ച്, നീ എത്ര മാസം മാറി നിന്നാലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുമെന്നും പറഞ്ഞുവെന്നാണ് ലേഖ ഓർക്കുന്നത്. കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തങ്ങൾ നേരത്തെ നിശ്ചയിച്ചതാണെന്നും ലേഖ പറയുന്നുണ്ട്. അതേസമയം ഞാനും ശ്രീകുട്ടനും പരസ്പരം മക്കളാണെന്നും ലേഖ പറയുന്നുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അലോസരപ്പെടുത്താറില്ല. ഇതാണ് സത്യം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാമെങ്കിൽ ഉൾക്കൊള്ളാം, ഇല്ലെങ്കിൽ കള്ളമാണെന്ന് പറയാമെന്നും ലേഖ പറയുന്നു. സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമുള്ള സൈബർ ആക്രമണങ്ങളും ലേഖയും ശ്രീകുമാറും നേരിടാറുണ്ട്. വിവാഹം കഴിഞ്ഞ് 45 വർഷത്തോളമായിട്ടും സോഷ്യൽ മീഡിയയുടെ കമന്റുകൾക്ക് അവസാനമില്ലെന്നാണ് ലേഖ പറയുന്നത്. അതേസമയം തങ്ങളെക്കുറിച്ച് സ്ഥിരമായി മോശം കമന്റിട്ട 2 സ്ത്രീകൾക്കെതിരെയും ലേഖ രംഗത്തെത്തുന്നുണ്ട്. കമന്റുകൾ നോക്കാറില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ പേർ മെസ്സേജ് അയക്കാറുണ്ട്. തിരുവനന്തപുരത്ത് ഒരു സ്ത്രീയുണ്ട്. വളരെ വലിയൊരു പേരാണ്. വളരെ മോശം കമന്റുകളാണ് സ്ഥിരമായി എനിക്കിടാറുള്ളത്. പിന്നെ കൊല്ലത്ത് നിന്നുള്ള സ്ത്രീ. ഈ 2 വ്യക്തികളോടുമായി പറയുകയാണ്, ദയവായി എന്നെയോ എൻ്റെ ഭർത്താവിനെയോ ഫോട്ടോകളിൽ നല്ലതും പറയണ്ട, ചീത്തയും പറയണ്ട. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നിയമപരമായി നേരിടും. കേട്ടിരിക്കില്ല എന്നാണ് ലേഖ പറയുന്നത്. ന്യൂസ് ഡെസ്ക് 24 മലയാളം.